ഏവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ 4ാമത്തെ ക്ലാസ്സാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ഇതിൽ ആദ്യം ഡിഫറൻഷ്യബിലിറ്റിയാണ്. നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ചു കഴിഞ്ഞു. അടുത്ത് എന്താണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് നോക്കാം. ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞ വർഷം +1 പഠിച്ച കാര്യം തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ബാക്കി പഠിക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് f is a real function and c is a point in its domain, the derivative of f at c is defined by ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എഫ് പ്രൈം എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ്, എഫ് പ്രൈം എക്സ് ഈക്വൽ ടു ഇത് ഡെറിവേറ്റീവിനെയാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച്. ഇത് ഡെറിവേറ്റീവിൻ്റെ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ ജോമെട്രിക്കലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും. എന്താണ് ഇത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പം സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്നുള്ള രീതിയിലാണ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാൻജൻറ്റ് എന്താണെന്നറിയാം. നമുക്കത് ജോമെട്രിക്കലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഫംഗ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്, x². ഇതിൽ ഇവിടുത്തെ ഈ പോയിന്റിന് നമുക്ക് സി എന്നെടുക്കാം. ഇത് സി പ്ലസ് എച്ച്, സിയിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റ്. അതേപോലെ സിയുടെ ഇമേജ് ഇതാണ്, എഫ് ഓഫ് സി. സി പ്ലസ് എച്ചിൻ്റെ ഇമേജ് എഫ് ഓഫ് സി പ്ലസ് എച്ച്. നമ്മൾ ഇതാണ് ലിമിറ്റ് എച്ച് ടെൻസ് 0 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് കുറയ്ക്കുക എന്നാണ്. ഈ ഡിസ്റ്റൻസിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഈ എച്ച് ടെൻസ് ടു 0 നോക്കാം. ടെൻസ് 0 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൻ്റെ അളവ്, ഡിസ്റ്റൻസ് 0 അടുത്തടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുക, ഈ ഒരു ലൈൻ, ഈ 2 പോയിന്റുകൾ ചേർത്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ കർവിൽ 2 പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത് ഈ ഫംഗ്ഷനിൽ. 2 പോയിന്റിൽ ടച്ച് ചെയ്താൽ ടാൻജൻറ്റ് ആവില്ല. അപ്പോൾ ടാൻജൻറ്റ് വന്നാലേ നമുക്ക് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാൻജൻറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസിനെ ചെറുതാക്കണം. അപ്പോൾ ഞാൻ എച്ച് ഡിസ്റ്റൻസിനെ ഞാൻ ചെറുതാക്കിയാൽ എന്ത് സംഭവിക്കും? എച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ ചെറുതായി അടുത്തടുത്ത് വരുന്തോറും ഈ 2 പോയിന്റും കൂട്ടിമുട്ടും, ഒരു പോയിൻ്റായിട്ട് മാറും. ഒരു പോയിൻ്റായിട്ട് മാറുമ്പോൾ ഈ ലൈൻ, നേരത്തെ കണ്ട ലൈൻ ഇതിൻ്റെ ടാൻജൻ്റായിട്ട് മാറും. ഇങ്ങനെ അടുത്തടുത്ത് വന്ന് ടാൻജൻ്റായിട്ട് മാറും. ഇതാണ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ഡിസ്റ്റൻസ് കണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് 0 അടുത്ത് വരുമ്പോൾ ഇത് ടാൻജൻറ്റ് ആയിട്ട് മാറി ഈ പോയിന്റിൽ. അതാണ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പിനെയാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. സ്ലോപ്പാണ് ഈ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. അതാണ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസിനെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റേഷ്യോ. ആ റേഷ്യോ സാധാരണ നമ്മൾ സ്ലോപ്പ് എന്നാണ് പറയുന്നത്. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 സ്ലോപ്പിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ്, ഈ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറയും. അപ്പോൾ ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ്, അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് വരാം. നമ്മൾ ഡെഫിനിഷൻ നോക്കി. ഇനി അടുത്ത് ഒരു തിയറമാണ്. If a function f is differentiable at a point c, then it is also continuous at that point. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ കണ്ടിന്യൂസും ആയിരിക്കും. അതൊരു തിയറമാണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ്, ഒരു പോയിന്റിലുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ റിമാർക്കും കൂടെ പഠിക്കാം. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഏതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എടുത്താലും അത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ തിരിച്ച് പറയാൻ പറ്റില്ല. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡ് എക്സ് ഫംഗ്ഷൻ. അപ്പോൾ മോഡ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വി ഷേപ്പിൽ. അപ്പോൾ മോഡ് എക്സ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഈ കൂർത്തിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു യുണീക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 0 എന്ന പോയിന്റ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റും. അപ്പം തിരിച്ച് അത് ശരിയാവില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന ഒരേ ഒരു ഫംഗ്ഷൻ, പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. അതിൻ്റെ കാരണം മനസ്സിലായി. നമ്മൾ ഫങ്ഷൻസൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കൂർത്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും യൂണിക് ടാൻജൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡെറിവേറ്റീവ് ഉണ്ടാകാത്ത പോയിന്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ പോയിന്റുകളാണ്. അപ്പോൾ ഇങ്ങനെ ബാക്കി എല്ലാ പോയിന്റ്സിലും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പോയിന്റ്സിൽ ടാൻജൻസ് വരയ്ക്കാൻ, നമുക്ക് യൂണിക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം മോഡ് എക്സിൻ്റെ ഗ്രാഫ് അറിയാം, വി ഷേപ്പിലുള്ളത്. അതിൽ ഈ 0 പോയിന്റിൽ കൂർത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ച ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കുക. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. എന്നാൽ തിരിച്ച് പറയാൻ പറ്റില്ല എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല. അതിനുള്ള എക്സാമ്പിളാണ് മോഡ് എക്സ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കോൺവേഴ്സ് നോട്ട് ട്രൂ ആണ്, ഇത് പ്രത്യേകം എഴുതി വയ്ക്കുക. ഇത് മോഡ് എക്സ് ഫംഗ്ഷൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. എവരി ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള കോൺവേഴ്സിൻ്റെ അത് തിരിച്ച് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള എക്സാമ്പിൾ. അതായത് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല, അതായത് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ എന്നുള്ള ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി ബേസിക് ഡിഫറൻഷിയേഷൻ ഫോർമുലാസ്, അത് കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ വെറുതെ ഒരു 2 എന്നോ 3 എന്നോ ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ടാൻജൻറ്റ് അവിടുത്തെ സ്ലോപ്പ് 0 ആണ്, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പം അത് കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്. അപ്പം d/dx ഓഫ് ഒരു നമ്പർ 2 ആണെങ്കിൽ 0 ഡെറിവേറ്റീവ്. 2ൻ്റെ സ്ഥാനത്ത് ഏതാണോ വരാം, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് നമ്പറോ വന്നാലും ഡെറിവേറ്റീവ് 0 എഴുതിക്കോളാം. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 1 ആയിരിക്കും. dx/dx ഈക്വൽ ടു 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി കെ എക്സിൻ്റെ ഡെറിവേറ്റീവ്, കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു എക്സും കൂടെ വന്നു. അപ്പോൾ കെ മൾട്ടിപ്ലൈ ചെയ്താണ് വന്നിട്ടുള്ളത്, അപ്പോൾ നമുക്ക് 0 എഴുതാൻ പറ്റില്ല. അപ്പോൾ കെ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ കെ ഇൻറ്റു 1 കെ കിട്ടും. അങ്ങനെ തന്നെ എഴുതാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ 2x ആണ് വന്നെങ്കിൽ 2 ഇൻറ്റു 1 2 ആയിരിക്കും ഇവിടെ ആൻസർ. ഇവിടെ 2ൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ആയിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അത് 0 എന്ന് എഴുതാൻ പറ്റില്ല. 2 ഒറ്റയ്ക്ക് വന്നാലേ 0 എഴുതാൻ പറ്റും. പക്ഷേ 2x എന്നോ 3x എന്നൊക്കെ വന്നാൽ 3 ഇൻറ്റു 1, അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ജനറലി പറയുമ്പോൾ കെ എക്സിൻ്റെ ഡെറിവേറ്റീവ് കെ ആണ്. ഇനി അടുത്തത് x⁻n ഡെറിവേറ്റീവ്. x⁻n ഡെറിവേറ്റീവ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. n x⁻n-1. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ x⁵ d/dx ഓഫ് x⁵ ആണ്. x⁵ ഡെറിവേറ്റീവ് നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ 5 ഇൻറ്റു x⁵ 5 മൈനസ് 1 4. അപ്പോൾ 5 ഇൻറ്റു x⁴ എന്ന് വരും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ വരുന്ന ഫംഗ്ഷൻസ് ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ x⁻6 ആണെങ്കിൽ 6 ഇൻറ്റു x⁵ എന്ന് വരും. x⁻7 ആണെങ്കിൽ 7 ഇൻറ്റു x⁻6 എന്ന് വരും. അപ്പോൾ x⁻n ആണെങ്കിൽ n ഇൻറ്റു x⁻n ആണെങ്കിൽ n ഇൻറ്റു x⁻n-1. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള x⁻n വരുന്ന ഫംഗ്ഷൻസ് വരുമ്പോൾ ഡെറിവേറ്റീവ്. ഇത് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ട്രിഗണോമെട്രി ഫംഗ്ഷൻസും ഡെറിവേറ്റീവും പഠിച്ചിട്ടുള്ളതാണ്. sin x ൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്.
കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് ആണ്. കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസി സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഇതെല്ലാം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ്. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക, എന്നാലും പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ എക്സിൻ്റെ കോസ് എക്സ് അങ്ങനെയുള്ള 6 ഡെറിവേറ്റീവ്സും പഠിച്ചു വയ്ക്കുക. ഇനി പ്രോഡക്റ്റ് റൂളും കോഷ്യൻ്റ് റൂളും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷനിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് പ്രോഡക്റ്റ് റൂൾ. അതായത് 2x സൈൻ എക്സ് ഇൻറ്റു 2x എന്നൊക്കെ വരും. അത് പ്രോഡക്റ്റ് ഫംഗ്ഷൻസ് വരുമ്പോൾ ഈ റൂൾ ഉപയോഗിക്കണം. കോഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിവിഷൻ വരുന്ന ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, അവിടെയാണ് കോഷ്യൻ്റ് റൂൾ. ഇതും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. കോഷ്യൻ്റ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ എഴുതുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇത് കോഷ്യൻ്റ് റൂളാണ്. ഇനി ചെയിൻ റൂള് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നേരത്തെ ഡിഫൈൻ ചെയ്തത് തന്നെയാണ് കുറച്ച് മുന്നേ. ഇനി ചെയിൻ റൂള് നമുക്ക് പഠിക്കേണ്ടതാണ് ഈ വർഷം. അത് എഫ് ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. കോമ്പോസിഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ വരും. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ എഫിൻ്റെ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് ചെയിൻ റൂൾ. ചെയിനായിട്ട് വീണ്ടും അതിനകത്തുണ്ട്, വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ചെയിനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതാണ് ചെയിൻ റൂൾ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സൈൻ എക്സ് സ്ക്വയർ കോമ്പോസിഷൻസ് ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. സൈൻ ഇവിടെ രണ്ട് ഫംഗ്ഷനാണുള്ള, സൈൻ എക്സും എക്സ് സ്ക്വയർ. അതായത് സൈനിനകത്താണ് എക്സ് സ്ക്വയർ ഇരിക്കുന്നത്. സൈൻ എക്സിൻ്റെ എക്സ് സ്ക്വയറിൻ്റെയും കോമ്പോസിഷൻ ആയിട്ടാണ് ഈ ഫംഗ്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പം എഴുതേണ്ടത് കോസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത്. കോസ് എക്സ് സ്ക്വയർ. അടുത്ത് ഇൻറ്റു ഇടുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. കാരണം എക്സ് റൈസ് ടു എന്നിൻ്റെത് പഠിച്ചു കഴിഞ്ഞാൽ എന്നിൻ്റെ എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പോൾ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1, അതായത് 2x റൈസ് ടു 1 2x എന്ന് വരും. ഇതാണ് എൻ്റെ ആൻസർ. ഇപ്പോൾ 2x ഇൻറ്റു കോസ് എക്സ്. ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും കാര്യം വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു വരിയിൽ എഴുതേണ്ട ആൻസറേ ഉള്ളൂ. പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ഇതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഒറ്റ വരിയിൽ എഴുതേണ്ട ആൻസറേ നമുക്കിതിലുള്ളൂ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ടാൻ 2x + 3. ഇവിടെയും ടാനിനകത്താണ് 2x + 3. ഇവിടെയൊക്കെ നമുക്ക് കോമ്പോസിഷൻ ഫംഗ്ഷനാണ് വരുന്നത്, ടാൻ 2x + 3. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സി സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ടാൻ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2x + 3. ഇതിന് ഫുൾ എക്സ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് സി സ്ക്വയർ 2x + 3, സി സ്ക്വയർ ഓഫ് 2x + 3. അടുത്ത് ഇൻറ്റു ഇടുക. 2x + 3യുടെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ. 2xൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ നമ്മൾ പറഞ്ഞു 2 ഇൻറ്റു 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ 2 കിട്ടി. പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 3 ഒറ്റയ്ക്കേ ഉള്ളൂ, കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 മാത്രമേ വരൂ. ഈ 2നെ വേണമെങ്കിൽ ആദ്യം എഴുതാം. അപ്പോൾ 2 സി സ്ക്വയർ 2x + 3 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഒരു വരിയിൽ തന്നെ ആൻസർ എഴുതാം. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളൂ ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സി സ്ക്വയർ എക്സ്. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷന് ചെയിനായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുള്ള വലിയ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതുക, ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, കോസ് ഓഫ് റൂട്ട് എക്സ്. ഇവിടെയും കോമ്പോസിഷൻ ഫംഗ്ഷനാണ്.
അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാം മൈനസ് സൈൻ എക്സ് ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതിയിട്ടുണ്ട് 1/2 റൂട്ട് എക്സ്, അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സിൻ്റെ സ്ഥാനത്തുള്ളത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഇടുക 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് 1/2 റൂട്ട് എക്സ് താഴെ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു 1/2 റൂട്ട് എക്സ്. അതിന് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതി 2/2 റൂട്ട് എക്സ്. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയിൻ റൂൾ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ. മെയിൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക, അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത നമ്മൾ ഫംഗ്ഷൻ കാണുമ്പോൾ അറിയാം, എക്സും വൈയും കൂടെ ഇങ്ങനത്തെ കമ്പൈൻ ചെയ്തുള്ള ഫംഗ്ഷൻസ് ഇതിനൊക്കെ വരും. അപ്പോൾ ഇവിടെ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് നോക്കാം. ഇതിനും വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആദ്യം എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചതാണ് നേരത്തെ. ഇവിടെ ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പൈ ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ പഠിച്ചു 1 ആണ്. വിത്ത് റെസ്പെക്റ്റ് എക്സിലാണ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നത്, കാരണം dy/dx ആയതുകൊണ്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അടുത്ത് ഈ മൈനസ് അതുപോലെ ഇടുക. വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്റ്റ് എക്സിൽ. വൈയുടെ ഡെറിവേറ്റീവ് എപ്പോഴും dy/dx ആയിരിക്കും. വൈയുടെ ഡെറിവേറ്റീവ് എക്സിൽ ഡിഫറൻഷിയേഷൻ എടുക്കാൻ പറഞ്ഞാൽ dy/dx ഈക്വൽ ടു പൈ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആണെന്ന് അറിയാം. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ dy/dx കണ്ടെത്താൻ ഈ 1ന് ഇപ്പുറത്തുണ്ടോ എന്നപ്പോൾ, അല്ലെങ്കിൽ മൈനസ് dy/dxന് അപ്പുറത്തുണ്ടോ. അപ്പോൾ ഇവിടെ 1 മാത്രമേ വരൂ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് dy/dx ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ആദ്യം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഓർഡറിൽ എടുത്തെടുത്ത് പോയാൽ മതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് അതുപോലെ ഇടുക. വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു പൈയുടെ ഡെറിവേറ്റീവ് 0. എന്നിട്ട് അറേഞ്ച് ചെയ്താൽ മതി, ആൻസർ കിട്ടി. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. 2x + 3y = sin y. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. 2x + 3y = sin y ആണെങ്കിൽ നമുക്ക് ഇത് നേരത്തെ പോലെ തന്നെ 2 × 1 + 3 × dy/dx = sin y ഡെറിവേറ്റീവ് cos y. പക്ഷെ y വന്നതുകൊണ്ട് ഒരു dy/dx കൂടെ കൊടുക്കുക. അത്ര വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ. ഇതൊക്കെ ഈ സ്റ്റെപ്പുകൾ വേണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് താഴത്തെ സ്റ്റെപ്പിലോട്ട് പെട്ടെന്ന് വരാൻ പറ്റും. ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പറയുന്നത് 2x + 3y = sin y ആണ്. നമുക്ക് ചെയ്യാം 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് പ്ലസ് 3 × dy/dx. വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇവിടെ sin y ആണ് കിടക്കുന്നത്. sin yയുടെ ഡെറിവേറ്റീവ് cos y. പക്ഷെ y ഉള്ളത് കൊണ്ട് ഒരു dy/dx കൂടെ എടുക്കണം. ഇത്രേ ഉള്ളൂ. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇനി അറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസറായി. അതായത് ഇവിടെ dy/dx ഉള്ള ഒരു ടേം ഉണ്ട്, ഇവിടെ dy/dx ഉള്ള ഒരു ടേം ഉണ്ട്. ഈ രണ്ട് ടേമിനെ ഒരിടത്ത് കൊണ്ടുവരിക, 2നെ മാത്രം ഇവിടെ ഇട്ടിക്കുക. അതായത് ഈ 3 × dy/dx ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരും, -3 × dy/dx ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു 2 ഉണ്ട്, അതവിടെ എഴുതുക. ഇനി രണ്ടിലും dy/dx കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ബ്രാക്കറ്റ് എഴുതുമ്പോൾ cos y -3 = 2 എന്ന് വരും. ഇനി dy/dx കാണാൻ എളുപ്പമാണ്. dy/dx കാണാൻ ഈ ടേമിന് റൈറ്റ് സൈഡ് കൊണ്ടുവരിക. ഇത് ഇൻറ്റു ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 2/cos y -3 എന്ന് വരും. വളരെ എളുപ്പമാണ്. ഡെറിവേറ്റീവ്സ് എടുക്കുക, dy/dx കണ്ടെത്തുക ആദ്യം. അത് അറേഞ്ച് ചെയ്ത് ടേംസ് അറേഞ്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ അതിലുള്ളൂ. ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഇൻവേഴ്സിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചതാണ്, പക്ഷേ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരുമെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഡെറിവേറ്റീവ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചതുപോലെ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്സ് പഠിച്ചു വയ്ക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/√1 - x². സൈൻ ഇൻവേഴ്സ് പഠിച്ചാൽ കോസ് ഇൻവേഴ്സ് എളുപ്പമാണ്, അതിൻ്റെ മൈനസ് എടുത്താൽ മതി. -1/√1 - x². ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വളരെ എളുപ്പമാണ്, 1/1 + x². അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്.
സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെത് 1/mod x × (x²-1) അല്ലെങ്കിൽ x × (x²-1). കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ -1/x × (x²-). ഇതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പഠിച്ച് എളുപ്പമായിരിക്കും. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും, ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും, സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും. ഇതിൽ പഠിച്ച ഏതാണ് നെഗറ്റീവ് ഇടേണ്ടതെന്ന് ഓർത്തിരുന്നാൽ മതി, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ dy/dx y = sin ഇൻവേഴ്സ് 2x/1 + x² ആണ്. 1 + x² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. കാരണം ഇവിടെ ഒരു ഐഡൻറ്റിറ്റി രൂപത്തിലാണ് ഈ ഫംഗ്ഷൻ ഇവിടെ കിടക്കുന്നത്. കാരണം +1 കുറേ ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. 2 tan θ / 1 + tan²θ. അതെന്ന് പറഞ്ഞത് sin 2θ. അത് ആ രൂപത്തിലായതുകൊണ്ടാണ് നമ്മൾ, കാരണം പുറത്ത് സൈൻ ഇൻവേഴ്സും വന്നാൽ അകത്തൊരു സൈൻ ഫംഗ്ഷൻ വന്നാലേ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ നമുക്ക് ഒഴിവാക്കാം. കാരണം അങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ളത് ഇൻവേഴ്സിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, അത് നമ്മൾ ആ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് അതുകൊണ്ട് ഇവിടെയും നമുക്ക് ബ്രാക്കറ്റിനകത്ത് നമുക്ക് സൈൻ ഫംഗ്ഷൻ വന്നാൽ നമുക്കത് ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പുട്ടിങ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അത് ഓരോ ക്വസ്റ്റ്യനിൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഐഡൻറ്റിറ്റി ഏത് രൂപത്തിലാണ് നമ്മൾ നോക്കി തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ എക്സിന് ടാൻ തീറ്റ കൊടുക്കുമ്പോൾ 2 tan θ / 1 + tan²θ എന്ന് വരും. അതിൻ്റെ ഐഡൻറ്റിറ്റി അറിയാം, സൈൻ 2θ ആണ്. അത് ഡയറക്റ്റായിട്ട് അവിടെ എഴുതുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ. അപ്പോൾ ഈ ഡെഫിനിഷൻ അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ എന്ന് പറയുന്നത് 2θ മാത്രം കിട്ടും. ഇതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം എക്സിന് ടാൻ തീറ്റ എന്നാണ് എടുത്തത്. എക്സിന് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇതിന് തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇപ്പുറത്ത് ടാൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ടാൻ ഇപ്പുറത്ത് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ y = 2θ ആണ് കിട്ടിയത്. തീറ്റയുടെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y = 2 tan ഇൻവേഴ്സ് എക്സ് എന്ന്. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെയാണ് സിംപ്ലിഫൈ ചെയ്തത്, ഇങ്ങനെ ആക്കിയത്. ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി. പക്ഷേ ഡെറിവേറ്റീവ് ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഡെറിവേറ്റീവ് ഇനി കണ്ടെത്തുക. ഇനി കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. 2 × tan ഇൻവേഴ്സ് എക്സ്. കാരണം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓൾറെഡി നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുണ്ടല്ലോ, പഠിച്ചു വെച്ചിട്ടുണ്ട്. 1/1 + x². അതിൻ്റെ കൂടെ 2 കൂടെ കൊടുക്കുക. അപ്പോൾ 2/1 + x². അതാണ് ഇവിടെ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. 2 tan ഇൻവേഴ്സ് എക്സ് ആണ് അവിടെ കിടന്നത്. അപ്പോൾ 2 × 1/1 + x². ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x². അപ്പോൾ 2 കൂടെ ഉള്ളതുകൊണ്ട് 2 × 1/1 + x² എന്ന് പറഞ്ഞാൽ 2/1 + x². പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് 1 - x²/1 + x². ഇതും അതുപോലെ തന്നെ നമുക്ക് മുമ്പ് പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി രൂപത്തിലാണ്. 1 - tan²θ / 1 + tan²θ. അപ്പോൾ ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ നോക്കാം. അപ്പോൾ ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് cos 2θയുടെ ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ ഇവിടെ cos 2θ വരും നേരത്തെ പോലെ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2θ എന്ന് പറഞ്ഞാൽ 2θ എന്ന് വരും. ഇതിൽ നേരത്തെ പോലെ തീറ്റയുടെ വാല്യൂ കൊടുക്കുക. തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. തീറ്റ കണ്ടുപിടിക്കാൻ ഇതിന് ഈ ടാൻ ഇപ്പുറത്തുണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 2 tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഈ രൂപത്തിലോട്ട് നമ്മൾ മാറ്റിയെടുത്തു. ഇനി ഡെറിവേറ്റീവ് കണ്ടെത്തുക. dy/dx. dy/dx = 2 × 1/1 + x². നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യനാണ്. സെയിം ആൻസർ കിട്ടും. 2/1 + x². ഇനി വേറൊരു ക്വസ്റ്റ്യനാണ്. ടാൻ ഇൻവേഴ്സ് 3x - x³/1 - 3x². ഇവിടെ നമുക്ക് 3 tan θ - tan³ θ / 1 - 3 tan²θ എന്നുള്ള ഐഡൻറ്റിറ്റി ആണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ അവിടെ ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് tan 3θ ആണ്.
ടാൻ 3 തീറ്റയുടെ ഐഡൻറ്റിറ്റി. അത് +1 ക്ലാസ്സിലെ ടെസ്റ്റിലുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ടാൻ 3 തീറ്റ. അപ്പം ഇതിൻ്റെ സ്ഥാനത്ത് ടാൻ 3 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ല അതിൻ്റെ വാല്യൂ അത് എന്താണോ അത് കൊടുത്തു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ 3 തീറ്റയായി. ഇനി തീറ്റയുടെ വാല്യൂ നേരത്തെ പോലെ ടാൻ ഇൻവേഴ്സ് എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 3 ഇൻറ്റു അപ്പോൾ 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നായി. ഇനി ഡെറിവേറ്റീവ് കണ്ടെത്തുക. ഇനി ഡെറിവേറ്റീവ് കാണാൻ എളുപ്പമാണ്. 3 ഇൻറ്റു 1/1 + x². നേരത്തെ ചെയ്ത പോലത്തെ തന്നെ 3 ഇൻറ്റു 1/1 + x² എന്ന് പറഞ്ഞാൽ 3/1 + x². പെട്ടെന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഇൻവേഴ്സ് 1 - x²/1 + x². അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റിയാണ് 1 - tan² x/1 + tan² x അല്ലെങ്കിൽ തീറ്റ. അപ്പോൾ അതിൽ ഐഡൻറ്റിറ്റി വരുമ്പോൾ cos 2 തീറ്റയാണ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ സൈൻ ഇൻവേഴ്സും ആണ് വന്നിട്ടുള്ളത്, പക്ഷെ അകത്ത് കോസ് ആണ് വന്നിട്ടുള്ളത്. സൈൻ ഇൻവേഴ്സും കോസും വന്നാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പാടാം. അപ്പം ഈ കോസിനെ എങ്ങനെയെങ്കിലും സൈൻ ആക്കണം. കോസിനെ എങ്ങനെ സൈൻ ആക്കാം? സൈൻ 90 - തീറ്റ അല്ലെങ്കിൽ π/2 - തീറ്റ, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. സൈൻ π/2 - തീറ്റ എന്ന് പറയുന്നതാണ് കോസ് തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റയെ നമുക്ക് ഈ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ cos 2 തീറ്റ ആണെങ്കിൽ സൈൻ π/2 - 2 തീറ്റ അല്ലെങ്കിൽ 90 - തീറ്റ. അപ്പോൾ 2 തീറ്റ ആയതുകൊണ്ടാണ് ഇവിടെ 2 തീറ്റ ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ്, അകത്തും സൈനായി പുറത്ത് സൈൻ ഇൻവേഴ്സായി. നമുക്ക് ഇത് സിംപ്ലിഫൈ എളുപ്പമാണ്. അപ്പോൾ π/2 - 2 തീറ്റ എന്ന് വരും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ തീറ്റയ്ക്ക് സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുക. അപ്പോൾ π/2 - 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി ഡെറിവേറ്റീവ് എടുത്ത് ആൻസർ കിട്ടും. π/2 - 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി ഇതിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, π/2 ഒറ്റയ്ക്ക് എവിടെയുള്ളൂ, അത് കോൺസ്റ്റൻറ്റ് നമ്പറാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. -2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ നമുക്കറിയാം 2/2 × 1/1 + x². അപ്പം ആൻസർ വരുന്നത് -2/1 + x². കാരണം ഇത് ഡെറിവേറ്റീവ് 0 ആയി പോകും, ഇവിടെ ഒരു നെഗറ്റീവ് വരും. 2 × 1/1 + x² എന്ന് പറഞ്ഞതാണ് -2/1 + x². ഓക്കെ.